ദേവസ്വം വസ്തുക്കളുടെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുതലാളി എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന തരത്തിലും ആ ക്ഷേത്രത്തിൻ്റെ മൂലമന്ത്രങ്ങൾക്കനുസരിച്ചും പൂജാവിധികൾ നിശ്ചയിക്കാനും ശാന്തിക്കാർക്ക് പരിശീലനം കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനും അധികാരപ്പെട്ടിരിക്കുന്ന ഒരാളാണ് തന്ത്രി. അതാണ് തന്ത്രിയുടെ ജോലി. അതിന് തന്ത്രിക്ക് പ്രതിഫലമുണ്ട്. ദക്ഷിണ എന്നാണ് അതിനെ പറയുന്നത്. അയ്യപ്പൻ്റെ വാഹനം കുതിരയാണ്. ആ കുതിര എന്ന വാഹനം ആചാരവിധി പ്രകാരം തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകമാണെങ്കിൽ ആചാര്യനും മരമാണെങ്കിൽ ദഹിപ്പിച്ച് കളയണമെന്നും കല്ലാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണമെന്നുമുള്ള തന്ത്ര സമുച്ചയത്തിൻ്റെ ആചാരപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കസ്റ്റം, ആ കഷ്ടത്തിന്റെ ഭാഗമായി അത് തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക അറസ്റ്റുകളും ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നതിനിടെയാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതിലെ നിയമലംഘനത്തിന്റെ സംസാരിക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നത്. ഇതോടെ പ്രതിരോധത്തിലാകുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡും അതുവഴി പ്രതിപക്ഷവുമാണ്. കീഴ്വഴക്കം മാനിച്ചാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതെന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലിന്റെ ന്യായീകരണം. തന്ത്രിയെ പിടിച്ച് മന്ത്രിയെ ഒഴിവാക്കിയതിലെ അമർഷമാണ് BJPക്ക്. പുറത്തുവരുന്ന പുതിയ വിവരങ്ങളും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ ഗതിയും ശബരിമലയിൽ നടന്നത് ഇടംബലം കൊള്ളയാണ് എന്നതിന്റെ തെളിവുകളായി മാറുകയാണോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-നെ പ്രതിനിധീകരിച്ച ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ശ്രീ റിജിൽ മാക്കുറ്റി, ശില്പി ശ്രീ മഹേഷ് പണിക്കർ, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, രാഷ്ട്രീയ നിരീക്ഷകൻ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ഡോക്ടർ PK ഗോപൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പല അന്വേഷണ പുരോഗതിയുടെ പല ഘട്ടങ്ങളിലും നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴൊക്കെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരട്ടെ. ഇടതുമുന്നണിയുടെ ബോർഡ് ഭരിക്കുമ്പോൾ മാത്രമല്ല, മുൻ സർക്കാരുകളുടെ കാലത്തെ ദേവസ്വം ബോർഡിലെ ചെയ്തികളുമൊക്കെ പുറത്തു വരട്ടെ എന്ന് താങ്കൾ നിരന്തരം പറയാറുണ്ട്. ഇപ്പോൾ ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം 2012 ദേവസ്വം ബോർഡിന്റെ തന്നെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കുന്ന ദേവസ്വം ബോർഡ് ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതെന്നാണ്. അന്നത്തെ ബോർഡംഗമായിരുന്ന അജയ് തറയിൽ പറയുന്നു, തന്ത്ര സമുച്ചയത്തിന്റെ വിധിപ്രകാരം അതിൽ പറയുന്നതനുസരിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്ന കാര്യം തന്ത്രിക്കറിയാം. അതിനുവേണ്ടിയാണ് തന്ത്രിക്ക് കൈമാറിയത്. കീഴ്വഴക്കം അതാണ് എന്നതാണ്. അതുകൊണ്ട് ന്യായീകരിച്ച് നിൽക്കാൻ കഴിയുന്നതാണോ ഈ നിയമലംഘനം? ഇതും ഗൗരവമുള്ള ഒന്നാണ് എന്നാണോ CPM-ന്റെ അഭിപ്രായം? ഇതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണോ? ശ്രീ ഗോപികൃഷ്ണൻ, ഡിസംബർ മാസം 31 ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഇതുവരെ കണ്ടത് പോയി, 2026 ആരംഭിക്കുമ്പോൾ കാണാൻ പോകുന്നത് നിജം എന്ന് ഞാനൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. അങ്ങ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ചർച്ച നടക്കുമ്പോൾ നമ്മുടെ വലതുപക്ഷ സുഹൃത്തുക്കൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പരിശ്രമിച്ചത് 2019 മുതലാണ്. അവർക്ക് മറ്റൊരു അന്വേഷണം അതിനകത്ത് ആവശ്യമില്ല. അതുപോലെ അത് രാഷ്ട്രീയവൽക്കരിക്കാനുമാണ് പരിശ്രമിച്ചത്. അപ്പോഴെല്ലാം ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി കണ്ട ഒരു കാര്യം, ഈ സംഭവം യഥാർത്ഥത്തിൽ ശബരിമല അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിനകത്ത് ക്ഷണിക്കാതിരുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പ്രതിപക്ഷം എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഞങ്ങളുടെ വാദം. ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അസംബ്ലിയിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് അന്നേരം ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല, പരിശോധിച്ചിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെടുകയും ഈ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ ദ്വാരപാലക പീഠം കാണാനില്ല, അതിൻ്റെ അടിത്തറ കാണാനില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് സഹോദരിയെ പോലും പറ്റിച്ചുകൊണ്ട് ഒളിച്ചു വെച്ച ഈ പീഠങ്ങൾ വിജിലൻസ് കണ്ടെടുക്കുകയും തുടർന്ന് സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയോട്
ഏത് തരത്തിലുള്ള അന്വേഷണവും ഇതിനകത്ത് നടത്തുന്നതിന് ഗവൺമെൻറ് സന്നദ്ധമാണെന്നും ഹൈക്കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഹൈക്കോടതി നിശ്ചയിച്ച SITയുടെ അന്വേഷണം വന്നപ്പോൾ 2019-2025 ബോർഡിനെക്കുറിച്ചാണ് അന്ന് ധാരാളമായി ചർച്ച നടന്നത്. ശ്രീ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെക്കുറിച്ച്. അതിൽ നിന്ന് വീണ്ടും അത് പിറകോട്ട് പോയി ശ്രീ പത്മകുമാറിൻ്റെ ബോർഡിലെത്തി. ബോർഡിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ അപ്പോഴവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് എല്ലാവരും പരിശ്രമിച്ചത്. ഞങ്ങൾ പറഞ്ഞു അതല്ല, പത്മകുമാറിന് പറ്റിയിട്ടുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള നിരുത്തരവാദിത്വ സമീപനത്തിൻ്റെ കാര്യമായിരിക്കാം. അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കുറ്റപത്രം കൊടുത്തേ മനസ്സിലാവും. ഇപ്പോൾ പത്മകുമാറിനെ ന്യായീകരിക്കാനോ മറ്റോ നമ്മൾ ശ്രമിക്കുന്നില്ല. പക്ഷേ അതിൽ പിറകോട്ട് ഇത് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ ആ ഘട്ടത്തിലെല്ലാം ദേവസ്വം ബോർഡിനെയും നിലവിലുള്ള ദേവസ്വം ബോർഡിനെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്താൻ ഏറ്റവും മുന്നിൽ നിന്ന ഒരാളിൻ്റെ പേരാണ് ശ്രീ അജയ് തറൈ. ചില സിനിമകളിലും നാട്ടിൻപുറത്തുമൊക്കെ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിക്കുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കൊലപാതകത്തിൽ പങ്കെടുക്കുന്നവർ പങ്കാളികളാകുന്നത് പോലെ ശ്രീ അജയ് തറയിൽ ഞാനെന്നും എന്നെ കണ്ട കിണ്ണം കെട്ടവനും തോന്നുമോ എന്ന മനോഭാവത്തിൽ ഈ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. ഇപ്പോൾ വന്നപ്പോഴോ വീണ്ടും പിറകോട്ട് പോകുന്നു. അങ്ങനെ പിറകോട്ട് പോയപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? വാജീവാഹനം കൊടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ ചാനലുകൾ പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ ഇത് നിഷേധിക്കുമായിരുന്നു. പുറത്തു വിട്ടപ്പോൾ ഉള്ള ന്യായം എന്താ? പരസ്യമായിട്ടല്ലേ ഞങ്ങൾ കൊടുത്തതെന്നാ. ഇപ്പോഴത്തെ ന്യായം എന്താ? തന്ത്രസമുച്ചയം. ക്ഷേത്രതന്ത്ര സമുച്ചയം എന്ന ഗ്രന്ഥം 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ആചാരപരമായി പലരും വരുത്തിയിട്ടുണ്ട്. ഇനി മാറ്റമില്ലെന്ന് കരുതട്ടെ, ക്ഷേത്രതന്ത്ര സമുച്ചയത്തിൻ്റെ പഠനം നടത്തിയവരെല്ലാം പറയുന്നത് അതിൻ്റെ സംസ്കൃത രൂപമാണ് യഥാർത്ഥത്തിൽ. പിന്നീട് അത് മലയാള രൂപീകരണം വന്നിട്ടുണ്ട്. അത് കുഴിക്കാട്ട് വച്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റേ ചേന്നാസ് നമ്പൂതിരിയുടേതാണ്. അപ്പോൾ ഈ ക്ഷേത്രതന്ത്ര സമുച്ചയത്തിനകത്ത് പറയുന്നത് മൂലവിഗ്രഹത്തെക്കുറിച്ചാണ്, വാജീവാഹനത്തെക്കുറിച്ചല്ല. കേവലം മൂലവിഗ്രഹത്തെക്കുറിച്ച്. അക്കാലത്ത് സ്വർണം പൂശുക എന്നുള്ള ഏർപ്പാടില്ല. ഇന്ത്യയിൽ നിങ്ങൾ പുരാതന എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ഡോക്ടർ പി കെ ഗോപൻ. ഈ ക്ഷേത്രതന്ത്ര സമുച്ചയത്തിൽ ഈ മൂലവിഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പരാമർശമുള്ളൂ, അതോ ദൈവ ചൈതന്യം പതിഞ്ഞു കിടക്കുന്ന എല്ലാ വസ്തുക്കളുടെയും കാര്യത്തിൽ അത് ലോഹമാണെങ്കിൽ ഉരുക്കണം, മരമാണെങ്കിൽ കത്തിച്ചു കളയണം, കല്ലാണെങ്കിൽ അത് ഒഴുക്കിക്കളയണം എന്നാണോ പറയുന്നത്? ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പരിമിതമായ അറിവുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് അതേക്കുറിച്ച് അറിയുമെന്ന് കരുതുന്ന താങ്കളോട് ഞാൻ ചോദിക്കുന്നത്. കുഴിക്കാട്ട് പച്ചയിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്രീ ഗോപികൃഷ്ണൻ മൂലവിഗ്രഹത്തിൻ്റെ പ്രശ്നം വെച്ചിട്ടാണ് ബാക്കി എല്ലാത്തിനെയും കാണുന്നത്. മൂലവിഗ്രഹം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇന്നലെ ചാനൽ ചർച്ചയിൽ ബഹുമാന്യപ്പെട്ട സുഹൃത്ത് പറഞ്ഞൊരു ഒരു തമാശയുണ്ട്. അത് വേണമെങ്കിൽ ചൂടാക്കി കൊടുത്താലും മതിയെന്ന്. എന്ന് പറഞ്ഞാൽ ഉരുക്കിക്കളയണമെന്ന സ്ഥാനത്തെ നമ്മൾ ആചാരം മാറ്റുന്നതിൻ്റെ ഭാഗം. ആചാരം നമുക്ക് സൗകര്യത്തിന് മാറ്റാമല്ലോ. ഈ ഭിക്ഷയില്ലെന്ന് പറയാനുള്ള അവകാശം അമ്മായിയമ്മയ്ക്ക് മാത്രമാണല്ലോ. അതുകൊണ്ട് ചൂടാക്കി കൊടുത്താലും മതി എന്നൊരു പരാമർശം പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇത് ലോഹമാണെങ്കിൽ ഉരുക്കുക, തടിയാണെങ്കിൽ അഗ്നിക്കിരയാക്കുക, ശിലയാണെങ്കിൽ അഗാധമായ കയത്തിൽ നിക്ഷേപിക്കുക. എന്താ ഈ പറഞ്ഞതിൻ്റെ പൊരുളെന്താ? ഒരു കാരണവശാലും ഇത് റീയൂസ് ചെയ്യാൻ പാടില്ല. ഇത് വിശ്വാസപ്രകാരം പറയുകയാണെങ്കിൽ ദേവചൈതന്യം അടങ്ങിയിട്ടുള്ള ഒന്ന് അതിൽ നിന്ന് മറ്റൊരു ദേവചൈതന്യത്തിലേക്ക് അത് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെ പിന്നൊരു വസ്തുവായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, അതേ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് നശിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. പക്ഷേ ഇവിടെ ചെയ്തത് എന്താ? ഇവിടെ അതിനേക്കാൾ വലിയ അപകടമുണ്ട്. എങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗോപികൃഷ്ണ, തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നുള്ളത്. അതൊരു ഫ്രൈസാണ്. ഒരിക്കലും ലോകത്ത് തീക്കട്ടയിൽ ഉറുമ്പരിക്കില്ല. പക്ഷേ കോൺക്രീറ്റിനകത്ത് ഉറുമ്പരിക്കുക എന്നുള്ളത് അജയ് തറയിൽ മാത്രം കണ്ടുപിടിച്ച ഒരു സിദ്ധാന്തമാണ്. അപ്പൊ കോൺക്രീറ്റ്, അതായത് താങ്കൾ പറഞ്ഞത് ഈ 71 നിർമ്മിച്ച കൊടിമരം ചിതലരിച്ചു എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണല്ലേ? അടിസ്ഥാനത്തിൽ കൊടിമരം മാറ്റുക അല്ല, ആ കൊടിമരം, അതെ, കൊടിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കിനകത്തുണ്ടാക്കുന്നതാണ്. തേക്കിനും തെമ്മാടിക്കും എവിടെ കിടക്കാമെന്ന് അങ്ങ് ആ ഫ്രൈസ് കേട്ടിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ കാതലുള്ള തേക്കിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടി മുറിച്ചെടുത്തുകൊണ്ട് വന്ന് ഭക്തിയാദരങ്ങളോടുകൂടി തയ്യാറാക്കുന്ന ഒന്നിൻ്റെ പേരാണ് ഈ കൊടിമരം. അത് ഏറ്റവും കാതലുള്ള, അതിന് പ്രത്യേക നിശ്ചിത അളവുകളുണ്ട്, നിശ്ചിത നിർദ്ദേശങ്ങളുണ്ട്, നിശ്ചിത കാലപരിധിയുണ്ട്, അതിൻ്റെ ലെവലുണ്ട്, അതിൻ്റെ പൊക്കമുണ്ട്. ഇങ്ങനെയൊക്കെ ഇവർക്ക് കുറേ കണക്കുണ്ട്. തച്ചുശാസ്ത്രപ്രകാരമായിട്ടുണ്ട്, വിശ്വാസപ്രകാരമായിട്ടുണ്ട്. അത്തരം ഒരു സാധനം 970-കളിൽ ഉണ്ടായത് ചെതലെടുത്തു എന്ന് പറഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കുക. എന്നിട്ട് പുതിയ കൊടിമരം, ആ കൊടിമരത്തെക്കുറിച്ച് വന്ന ആക്ഷേപം എന്താ? 3,20,00,000 രൂപ ഒരു സ്പോൺസർഷിപ്പ് കിട്ടി അതിന്. അത് കൂടാതെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിവരങ്ങൾ, അതിനേക്കാൾ കൂടുതൽ തുക മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അത് ഇനി SIT അന്വേഷിച്ച് പുറത്ത് കൃത്യമായിട്ട് കൊണ്ടുവരട്ടെ. ഇപ്പോൾ അവർ നിഷേധിച്ചോട്ടെ, പക്ഷേ SIT കൃത്യമായിട്ട് അന്വേഷിച്ച് അത് പുറത്ത് കൊണ്ടുവരുമല്ലോ.
അപ്പോൾ അങ്ങനെ ഉള്ള കൊടിമരത്തിൽ നിന്ന് വാജീവാഹനം എടുക്കുക. ഈ വാജീവാഹനം എടുത്ത് തന്ത്രിക്ക് നൽകിയത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വാജീവാഹനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ അവകാശമില്ലെന്ന് തന്ത്രിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് ബഹുമാന്യനായ തന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്, ഇത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറഞ്ഞത്. അത് അദ്ദേഹം അപകടം മണത്തുകൊണ്ടാണ്. ഇനി അന്ന് കൊണ്ടുപോയ വാജീവാഹനമാണോ, കൃത്രിമമായിട്ട് ഉള്ളതാണോ, റെപ്ലിക്കയാണോ എന്നുള്ളതൊക്കെ ശരി ഡോക്ടർ പി കെ ഗോപൻ, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ ഭാഗം മനസ്സിലായി. വാജീവാഹനം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നതും താങ്കൾ പറഞ്ഞതുപോലെ ഒറിജിനൽ ആണോ അത് റെപ്ലിക്കയാണോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ കൊടിമരവും കട്ടിളപ്പാളികളും ഈ കണ്ടെടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ഒറിജിനൽ ആണോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ്. ശ്രീ റിജിൽ മാക്കുറ്റി, ശബരിമലയിലെ, അതായത് 1971 നിർമ്മിച്ച ശബരിമലയിലെ കൊടിമരം 2017 മാറ്റി സ്ഥാപിച്ചതും പഴയ കൊടിമരത്തിലെ വാജിവാഹനം അത് തന്ത്രി വീട്ടിൽ കൊണ്ടുപോയതും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇനി അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ വരാൻ പോകുന്നു. അവിടെ അന്നത്തെ ബോർഡംഗമായിരുന്ന അജയ് തറയിൽ പറയുന്നത് താന്ത്രിക വിധി പ്രകാരമാണ് തന്ത്രിക്ക് ഈ വാജിവാഹനം കൈമാറിയത്, മറ്റു വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ്. 2012 പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ തന്ത്രി സമാജവുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ ഭാഗമായി ഈ ദേവചൈതന്യം പതിഞ്ഞിരിക്കുന്ന വസ്തുക്കൾ അത് എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ക്ഷേത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളും ദേവസ്വത്തിന്റെ കീഴിലുള്ളതാണ്, അവരുടെ അധികാരത്തിൽപ്പെടുന്നതാണ്, പുറത്തു കൊണ്ടുപോകാനോ മറ്റുള്ളവർക്ക് കൊടുക്കാനോ അധികാരമില്ല എന്ന് ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു നിയമമായി നിൽക്കുന്നത്. ആ നിയമത്തിന്റെ നഗ്നമായ ലംഘനമല്ലേ 2017 നടന്നത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ UDF കൂടി ആകില്ലേ? ഇപ്പോൾ ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടതുപക്ഷത്തെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയതെങ്കിൽ ഇപ്പോൾ ചോദ്യങ്ങൾ നിങ്ങൾക്കെതിരെയും വന്നിരിക്കുന്നു എന്നല്ലേ വാജീവാഹനവുമായി ബന്ധപ്പെട്ട ഈ പുതിയ സംഭവങ്ങൾ കാണിക്കുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായി മാസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളിയും കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട സ്വർണം എവിടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് അന്വേഷിച്ചിട്ടാണ് CPMൻ്റെ നേതാക്കന്മാരായിട്ടുള്ള മുരാരി ബാബുവും ബൈജുവും സുധീഷ് കുമാറും അതോടൊപ്പം N ബാസുവും പത്മകുമാറും ഇപ്പോൾ ശങ്കർദാസ് ഉൾപ്പെടെ ജയിലിലേക്ക് പോയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതാണ് വസ്തുത. സ്വർണം കട്ടവരാരാണ്, അത് സഖാക്കളാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ പേരുകളൊക്കെ തന്നെ. പിന്നെ ഈ വാജിവാഹനം എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൊടിമരവുമായി ബന്ധപ്പെട്ട് കൊടിമരം മാറ്റുമ്പോൾ ആ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് കേവലം ആരും കാണാതെ ആരും അറിയാതെയല്ല. തന്ത്രി ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ അത് ശബരിമലയാവട്ടെ ഏത് ക്ഷേത്രമാവട്ടെ ഹിന്ദു ആചാരപ്രകാരം ക്ഷേത്രങ്ങളിലെ പരമാധികാരി തന്ത്രിയാണ് അവിടെ ആചാര അനുഷ്ഠാനങ്ങൾ നിശ്ചയിക്കുക. അപ്പോൾ ശബരിമല താങ്കൾ ഒന്ന് ക്ഷമിക്കുമോ? ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാരണം മറ്റൊന്നുമല്ല, സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് താങ്കൾ പറയുന്ന ആ ഭാഗങ്ങൾ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല, ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. അതൊരു ചെറിയ സാങ്കേതിക പ്രശ്നമാണ്, ഉടൻ പരിഹരിക്കാം. താങ്കൾക്ക് പറയാനുള്ള ഭാഗം അതിന് ഞാൻ സമയം തരാം. ഞാൻ ശ്രീ രാഹുൽ ഈശ്വറിലേക്ക് പോകട്ടെ. അതായത് രാഹുൽ, ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട ദേവസ്വം നിയമത്തിൻ്റെ ലംഘനമുണ്ടായി എന്നാണ് ഈ 2012 ഉത്തരവ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അന്നത്തെ ബോർഡ് അംഗമായ അജയ് തറയിൽ പക്ഷേ പറയുന്നത് ഈ തന്ത്രി പറ്റിച്ചു എന്ന് പറയുന്നില്ല, പക്ഷേ വാജിവാഹനം 2 കൈയും നീട്ടി സ്വീകരിച്ച് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി എന്നാണ്. അതായത് മറ്റൊരർത്ഥത്തിൽ ഈ കേസിലും തന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. 3 കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു മാനുഫാക്ചേർഡ് കോൺട്രവേഴ്സിയാണ്. അതായത് 2019 ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ ശബരിമലയിലെ വാതിൽപ്പാളികളിലും ശബരിമലയിലെ സ്വർണം പതിച്ച ചെമ്പ് പാളികളിലുമുള്ള വിവാദം മറയ്ക്കാനായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യം ആദ്യമേ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. എന്തെങ്കിലും ആത്മാർത്ഥതയോടെയാണോ നമ്മളിതൊക്കെ സംസാരിക്കുന്നതെന്ന് നോക്കണം. അധികാരം ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊടുക്കാം. അത് CPMനും കോൺഗ്രസിനും BJPക്കും കൊടുക്കാം. സംസ്ഥാനത്തിന്റെ പോലീസിന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിട്ട് ആരെയും അറസ്റ്റ് ചെയ്യാൻ ഒരു നാട്ടിലെ ഒരു ഭരണകൂടത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും നീതിയുണ്ടോ? ഇനിയും തന്ത്രിയെ കൊടുക്കുന്നതിന്റെ കാരണം എന്താ? ഫോക്കസ് മാറ്റണം. നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താ? 2019 ബഹുമാനപ്പെട്ട ഹൈക്കോടതി 9 ഇടക്കാല വിധിന്യായങ്ങളിൽപ്പെട്ട് എന്തൊക്കെ അന്വേഷിക്കണം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി എഴുതി കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് മാറി 2019 പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്ന് വരുത്തി തീർത്ത് ബാക്കി കാര്യങ്ങളിലേക്ക് പോയി തന്ത്രിയെ വേറെ കുറെ കോൺഗ്രസ് അംഗങ്ങളെയും കൂടെ ജയിലിലിട്ട് ബാലൻസ് ചെയ്ത് അവസാനം CPM
എമ്മിന്റെ നേർക്ക് മാത്രമല്ല എല്ലാവരുടെ നേർക്കും ചോദ്യമുണ്ട്, എല്ലാവരും കള്ളന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമല്ലേ? എന്ത് കള്ളമാണ് പറയുന്നത്? നമുക്കൊരു മനസാക്ഷിയില്ലേ? ശബരിമല തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു, റെയ്ഡ്, ബ്രേക്കിംഗ് ന്യൂസ്. ഇതൊരു പബ്ലിക് പരിപാടി വെച്ച് പൊതുപരിപാടിയിൽ വെച്ച് അദ്ദേഹത്തിന് കൊടുത്തതല്ലേ? എന്തിനാണ് അത് കണ്ടെത്തി എന്നൊക്കെ പറയുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടെന്ന് ഈ വിവാദം ഉണ്ടായ സമയത്ത് ചില തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങൾ ഇത് പറഞ്ഞപ്പോൾ തന്ത്രി അന്നേ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന്. അവര് പ്രചരിപ്പിച്ച കഥ എന്താ അറിയാമോ? അത് പ്രത്യേകിച്ച് ഗോപൻ സാറിനെ പോലെ യുക്തിചിന്തയൊക്കെ ഉള്ളവർ മനസ്സിലാക്കണം. 500 കോടി രൂപ വില വരുന്ന ഇറീഡിയമാണ് ഇതിലുള്ളത്. തന്ത്രി വലിയ രീതിയിൽ 500 കോടി അടിച്ചു മാറ്റാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയതാണ്. നമ്മുടെ പല അമ്പലങ്ങളുടെയും താഴികക്കുടങ്ങളടക്കം പല ആൾക്കാരും അടിച്ചു മാറ്റുന്നത് ഈ വെള്ളിമൂങ്ങ മോഡലിലുള്ള ഇറീഡിയത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. ഇറീഡിയം, റൈസ് പുള്ളർ, വെള്ളിമൂങ്ങ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടിച്ചു മാറ്റുന്നത്. അപ്പൊ തന്ത്രി പറഞ്ഞു നിങ്ങൾ തിരിച്ചെടുത്തോളൂ എന്ന്. അപ്പം ദേവസ്വം ബോർഡ് അപ്പം എടുത്തില്ല. തന്ത്രി അപ്പം തന്നെ ഇത് പറയുകയും ചെയ്തു. എത്ര പൊതുവായ പരിപാടിയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷങ്ങളോടെ തന്ത്രിക്ക് കൊടുത്തയച്ചാണ്. തന്ത്രിക്ക് ഇതുകൊണ്ട് എന്താ ഗുണം? പണ്ടിരുന്ന സാധനം തന്നെയല്ലേ ഇത് വന്നിരിക്കുന്നത്. ഏത് രീതിയിൽ തന്ത്രിക്ക് ഇത് ഗുണം ഉണ്ടാവുമെന്നാ പറയുന്നത്? ഇനി ഒരു കാര്യം കൂടെ ഏറ്റവും പ്രധാനം, ശരി പറയൂ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതായത് നേരത്തെ അദ്ദേഹം നമ്മുടെ തന്ത്ര സമുച്ചയത്തിലെ കാര്യം പറഞ്ഞു. ബിംബം മാത്രമല്ല സാർ, ബിംബവും ദേവചൈതന്യം നിൽക്കുന്ന കാര്യങ്ങളും. അങ്ങനെ ബിംബവും ദേവചൈതന്യങ്ങളും നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് 3 തരമുണ്ട്. അത് മരം കൊണ്ടുള്ളതുണ്ട്, ശില കൊണ്ടുള്ളതുണ്ട്, ലോഹം കൊണ്ടുള്ളതുണ്ട്. ആ ലോഹം കൊണ്ടുള്ളത് ഫുള്ള് ഉരുക്കി ഒരാളുടെ കൈ കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ. അവിടെയാണ് പ്രായോഗികതയുടെ പേരിൽ ആ ചൂട് തട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടാകുന്നത്. അത്തരം കാര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് സംസ്കരിക്കാൻ കൃത്യമായി കുഴിച്ചിടണമെന്നൊക്കെ നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിലും ഉണ്ട്. അത് സിംബോളിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം സിംബോളിക്കായി ചെയ്യുന്ന കാര്യങ്ങളെ ക്രിമിനൽ കുറ്റമായി ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പഴയ പ്രസിഡന്റിനെ അടക്കം അല്ലെങ്കിൽ അജയ് തറയിൽ സാറിനെ ഇതിൽ കൊടുക്കാൻ നോക്കുകയാണ്. ഇനി തന്ത്രിയല്ലേ ആചാര കാര്യങ്ങളിലെ അവസാന വാക്ക്? അതൊരു വെൽ സെറ്റിൽഡ് പൊസിഷനാണ്. സുപ്രീം കോടതിയിലടക്കം വെൽ സെറ്റിൽഡ് പൊസിഷനാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എടുത്ത നിലപാടിനേക്കാൾ ശക്തമായ നിലപാട് ശബരിമല തന്ത്രിയായ കണ്ഠർ രാജീവർ എടുക്കുകയും വിശ്വാസികൾ അദ്ദേഹത്തോടെ നിന്ന് പോരാടി, NSS അടക്കമുള്ളവർ പോരാടി ഞങ്ങൾ വിജയിക്കുകയും ചെയ്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡും അദ്ദേഹത്തോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇത് കൊടുത്തുവിടുകയല്ലേ. തന്ത്രിക്ക് ഇതിന് എന്താ ലാഭം? ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദയവായി ശ്രദ്ധിക്കുക, തന്ത്രി അടക്കം ഇവർക്കാർക്കും 1 രൂപയുടെ മെറ്റീരിയൽ ലാഭം ഉണ്ടായി എന്ന് SIT പോലും ഇതുവരെ പറയുന്നില്ല. തന്ത്രി അടക്കമുള്ളവർക്കെതിരെ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നില്ല. ഞാൻ CPM കാരനല്ല, പക്ഷേ പത്മകുമാർ സാറും വാസു സാറും അടക്കമുള്ളവരും ഈ പ്രൊസീജിയറൽ ലാപ്സിന് വേണ്ടിയാണ് ഇത്രയും കാലമായി കിടക്കുന്നത്. എൻ്റെ താഴ്മയേറിയ അഭ്യർത്ഥന, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് കോംപ്രിഹെൻസീവായി റിവ്യൂ ചെയ്യണം. അല്ല ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ രാഹുൽ ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ 2019 ഈ വാതിൽപ്പടിയിലെ സ്വർണം പൂശിയ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള പരിശോധനകൾ അത് ആണ് പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ അതിനോട് അഗ്രി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ തട്ടിപ്പിലും തന്ത്രിക്ക് ബന്ധമുണ്ട് എന്നല്ലേ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്? അതായത് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് സ്വർണം ചെമ്പാക്കിയ ആ വ്യാജ മഹാസറിൽ തന്ത്രി ഒപ്പിട്ടിരിക്കുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്, അതിലെ പങ്കാളിയായി തന്ത്രി നിന്നിരുന്നു എന്നതല്ലേ SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്? അപ്പോൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് താങ്കൾ മറുപടി പറഞ്ഞോളൂ. ഇനി 1971 നിർമ്മിച്ച കൊടിമരം 2017 മാറ്റി സ്ഥാപിച്ചതിന്റെ ഔചിത്യം എന്താണ്, അതിന്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നതിലേക്ക് അന്വേഷണം കടക്കുകയാണല്ലോ. കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ അത് കോൺക്രീറ്റ് കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ചിതലരിച്ചു എന്നത് ഒരു കള്ളമാണ് എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാജിവാഹനത്തെയും അഷ്ടദിക്പാലകരെയും ഒക്കെ ലക്ഷ്യം വെച്ച് നടന്നിട്ടുള്ള നീക്കമാണോ ഇത് എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കുകയാണ് ഈ വലിയ തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വരുമ്പോൾ. ഇനി തന്ത്രിയുടെ പങ്ക് എന്താണെന്നാണ് താങ്കൾ ചോദിക്കുന്നതെങ്കിൽ, തന്ത്രിയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന വാജിവാഹനം ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തെളിഞ്ഞിട്ടില്ല. അഷ്ടദിക്പാലകന്മാരുടെ കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. എവിടെ പോയി ഇതൊക്കെ എന്ന ചോദ്യം പ്രസക്തമല്ലേ? അപ്പോൾ തന്ത്രിയെ വ്യാജമായ ആരോപണങ്ങളിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാണുള്ളത് രാഹുൽ? ഗോപീഷൻ തിരിച്ചു ചോദിച്ചോട്ടെ, ഈ വാജിവാഹനം ഒറിജിനലാണെന്ന് തെളിഞ്ഞാൽ തന്ത്രിയേക്ക് ജാമ്യം കൊടുത്ത് വെറുതെ വിടൂ? അല്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ അത് ഒറിജിനൽ ആണെന്ന് തെളിയുമ്പോഴും പ്രശ്നം എന്താണ്? ദേവസ്വം ബോർഡിലെ രേഖകളിൽ പറയുന്ന അതിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശരി, മറുപടി പറഞ്ഞോട്ടെ. അത് ദേവസ്വം ബോർഡല്ലേ എൻഫോഴ്സ് ചെയ്യേണ്ടത്? തന്ത്രി എന്ത് ചെയ്യാനാണ്? അതായത് തന്ത്രിമാർ യഥാർത്ഥത്തിൽ അനുവർത്തിക്കുന്നത് ആഗമങ്ങളാണ്. വേണമെങ്കിൽ തന്ത്രശാസ്ത്രം, കുഴിക്കാട്ട് വെച്ച അടക്കമുള്ള ആത്മീയ ഗ്രന്ഥങ്ങളും കുറച്ചുകൂടെ പറഞ്ഞാൽ ശൈവാഗമങ്ങളും പൂജാരീതികളുമാണ്. തന്ത്രിയെ അടക്കം ദേവസ്വം ബോർഡ് അവിടെ വിളിക്കുകയും ദേവസ്വം മാനുവൽ പ്രകാരം വർക്ക് ചെയ്യേണ്ട ദേവസ്വം ബോർഡ്
അത് വർക്ക് ചെയ്യില്ലെങ്കിൽ തന്ത്രിയുടെ കുറ്റമാണോ? തന്ത്രിക്ക് ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ട്, അത് പറയാതെ പറ്റില്ല. 2025 ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി കാണാൻ തന്ത്രിക്കായില്ല. തന്ത്രിക്ക് അങ്ങനെ ഒരു ദിവ്യ ദൃഷ്ടി ഇല്ലായിരുന്നു, ത്രികാലജ്ഞാനം ഇല്ലായിരുന്നു എന്നുള്ളത് തന്ത്രിയുടെ ഭാഗത്ത് ഒരു വീഴ്ച തന്നെയാണ്. അതായത് 2025 മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം ആരുടെ ഭാഗത്തുനിന്ന്? രാഹുൽ, എന്തോ കൊടിമരം മാറ്റി സ്ഥാപിക്കണം എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്? ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ വന്നതല്ലേ? ഇതിനെ കേട്ടാൽ തോന്നും തന്ത്രി അവിടെ നിന്ന് എന്തോ കോൺസ്പിറസി ഉണ്ടാക്കിയാണെന്ന്. ഇനി ഇത് കഴിയുമ്പോഴേ സാധാരണ ഭക്തർക്ക് വേണ്ടിയിട്ടാണ്. ഒരു രൂപ പോലും തന്ത്രി അടക്കമുള്ള വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കി നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും ദേവസ്വം ബോർഡിന്റെ കാര്യം, എനിക്കറിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ അടക്കം ഇവിടെ കൊടുക്കുന്നതിന്റെ കാരണം CPM-ന് അവരുടെ ഗൃഹസമ്പർക്ക പരിപാടികളടക്കം പോകുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും മറ്റും നേരിടും. അപ്പൊ ഞങ്ങളൊന്നുമല്ല, ഇത് തന്ത്രി കുടുക്കിയതാണ്, തന്ത്രിയാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് പറയാൻ ഒരു ബലിയാട് വേണം, ഒരു സ്കെയർ ക്രോ വേണം. അതിന് ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ കൊടുക്കുന്നത് ശരിയാണോ ആലോചിക്കണം. പെട്ടെന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം. രണ്ടാമത്തെ കേസിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തത്? തന്ത്രി മഹസൂരി ഒപ്പിട്ടിരിക്കുന്നു. ആദ്യത്തെ കേസിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തത്? ദേവന്റെ അനുമതി മേടിച്ചില്ല, മൗനാനുവാദം കൊടുത്തു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യും. കാര്യം തന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാം എന്ന് മിനിമം ലോജിക് ഉപയോഗിച്ചാൽ ആർക്കും അറിയാം. ഗോപികൃഷ്ണൻ ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കൂ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ വിചാരിച്ചു. അതിനുശേഷം ഇത്രയും ദുർബലമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് ആയിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? ഇത്രയും ദുർബലമായ ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഒന്ന്, വാജി വാഹനം ഒറിജിനലാണോ അല്ലയോ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. ഈ എടുത്തുകൊണ്ട് പോയ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ അത് ഒറിജിനൽ എവിടെ പോയി എന്ന കാര്യത്തിൽ ഉത്തരം കിട്ടിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് തന്ത്രിക്ക് അറിയാമല്ലോ ശബരിമലയിലുള്ള ഒരു സാധനവും അവിടുന്ന് താഴേക്ക് കൊണ്ടുപോകരുതെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? അത് ദേവസ്വമാനുമല്ലേ? തന്ത്രിക്ക് അറിയുമോ അറിയില്ലേ? അദ്ദേഹത്തിന് അറിയിക്കാമല്ലോ. ഇത് ദേവന്റെ ചൈതന്യം വീണ് കിടക്കുന്ന ഇവിടെ നിന്നുള്ള ഒരു മുട്ടുസൂചി പോലും. രാഹുൽ, നമ്മൾ അതിൽ വലിയ ശബ്ദമുണ്ടാക്കി തർക്കത്തിന്റെ കാര്യമില്ല. ഞാനും പറയാം, താങ്കളും പറയാം, രണ്ടും പ്രേക്ഷകർ കേൾക്കട്ടെ. അതായത് ഞാൻ ചോദിക്കുന്നത്, ശബരിമലയിൽ ഒരു മുട്ടുസൂചി പോലും താഴേക്ക് കൊണ്ടുപോകാൻ പാടില്ല, പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന കാര്യം അറിയാത്തയാളാണോ തന്ത്രി? മറുപടി പറഞ്ഞോട്ടെ. അത് ദേവസ്വം മാനുവൽ പ്രകാരമുള്ള ഒരു ചട്ടമാണ്. അത് എൻഫോഴ്സ് ചെയ്യേണ്ടതും നോക്കേണ്ടതും തന്ത്രി അല്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈനിൽ വരുന്നതാണ്. ഞാൻ അടുത്ത പറയാൻ പോകുന്നതിന് ഹൈക്കോടതിമാരെന്നോട് ക്ഷമിക്കട്ടെ. യഥാർത്ഥത്തിൽ ദേവസ്വം മാനുവൽ എൻഫോഴ്സ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ശബരിമലയിൽ നിന്നൊരു കാര്യം പോകരുതെന്ന് അറിയേണ്ടത് ദേവസ്വം ബോർഡല്ലേ? യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവാദിത്തത്തിൽ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ ശബരിമല ഉള്ളത്? ഒരു വാദത്തിന് ഞാൻ അത് അംഗീകരിക്കുന്നു. അപ്പോഴും ശബരിമലയിൽ വെച്ച് തന്നെ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഇതിൽ ചെമ്പ് തെളിഞ്ഞുവെന്നും ആ മഹസറിൽ തന്ത്രി ഒപ്പിട്ടതും എന്തിനാണ്? ശരി, അതാണ് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഇതെല്ലാം ഭരണപരമായ കാര്യങ്ങളല്ലേ? അല്ല, തന്ത്രി എന്തിനാണ് ഒപ്പിട്ടത്? അപ്പൊ അദ്ദേഹം ഇനി ഭരണപരമായ കാര്യമാകട്ടെ രാഹുൽ, അതൊരു തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് കരുതുക. ഒരു ലെറ്റസ് അസ്യൂം. അങ്ങനെയാണെങ്കിൽ തന്ത്രി എന്തിനാ ഒപ്പുവെച്ചത്? അങ്ങനെയാണെങ്കിൽ എന്തിനാ തന്ത്രി ഒപ്പുവെച്ചത്? അത് തന്ത്രി 2019 എങ്ങനെ അറിയും? ശ്രീ ഗോപീകൃഷ്ണൻ ടൈം മെഷീൻ അതല്ല. സ്വർണം പൊതിഞ്ഞ ഒരു കാര്യത്തിൽ എങ്ങനെയാ സ്വർണം പൊതിഞ്ഞു എന്ന് അറിയാവുന്ന തന്ത്രി എങ്ങനെയാണ് അത് ചെമ്പ് പാളിയാണെന്ന് പറയുന്നത്? ചെമ്പ് കാണുന്നു എന്ന് എങ്ങനെയാ പറയുന്നത്? തന്ത്രി എങ്ങനെ പറഞ്ഞു? നിങ്ങൾക്ക് എവിടാ കണ്ടത്? അല്ല, അദ്ദേഹം മാസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡുകാർ കൊടുക്കുന്നതല്ലേ? ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ അപ്പൊ ശബരിമലയിലുള്ള ഒരു കാര്യവും അദ്ദേഹത്തിന് അറിയില്ലേ? തന്ത്രി ഒപ്പിട്ട് കൊടുക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ? രാഹുൽ, ശബരിമലയിലെ ഒരു കാര്യവും അറിയാത്ത വളരെ നിഷ്കളങ്കനായിട്ടാണ് തന്ത്രി കണ്ഠരര് രാജീവർ അവിടെ നിന്നതെന്നാണോ താങ്കൾ പറയുന്നത്? ദേവസ്വം ബോർഡ് എന്ത് പറയുന്നു? അത് തിരിച്ചു ചോദിക്കാം. ഞാൻ തിരിച്ച് അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി, നാളെ പൂജാ കാര്യങ്ങളിലോ ആചാര കാര്യങ്ങളിലോ ഒരു വീഴ്ചയുണ്ടായി, അതിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റോ മെമ്പർമാരോ ഏതെങ്കിലും രീതിയിൽ ഉത്തരവാദികളാണോ? ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ ശബരിമലയെ നല്ല രീതിയിൽ നടത്തുകയാണ്. ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ, വാജി വാഹനം ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് ക്ഷേത്ര തന്ത്ര സമുച്ചയത്തിന്റെ ഭാഗമായി എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതറിയുന്ന ആളാണല്ലോ തന്ത്രി. അങ്ങനെയാണെങ്കിൽ ഏത് ആചാര പാലനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വാജി വാഹനം സ്വീകരിച്ചത്? അവിടെയാണ് തന്ത്രി വാജിവാഹനം സ്വീകരിച്ചത് പോലെ പല അമ്പലങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങളിൽ കാലദേശ വ്യത്യാസങ്ങളുണ്ട്. അല്ലല്ല, വാജിവാഹനം സ്വീകരിക്കാൻ തന്ത്രിയെ പ്രാപ്തനാക്കുന്നത് എന്താണ്? എന്ത് അധികാരമാണ്, എന്ത് അവകാശമാണ്? ദേവസ്വം ബോർഡുകാർ റിക്വസ്റ്റ് ചെയ്തു, തന്ത്രിയുടെ വളരെ വിചിത്രമായ ന്യായീകരണം രാഹുൽ. ദേവസ്വം ബോർഡ് റിക്വസ്റ്റ് ചെയ്യുന്നു, തന്ത്രി അത് സ്വീകരിക്കുന്നു. അതാണ് അജയ് തറയിൽ പറഞ്ഞത്. രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു തന്ത്രി കണ്ഠരര് രാജീവർ വാജിവാഹനം കൊടുത്തപ്പോൾ. അദ്ദേഹത്തിന് അറിയില്ലേ?
ഒരു നിലപാടായിട്ട് വെച്ചോട്ടെ. അതായത് തന്ത്രിയെ പരസ്യ പരിപാടിയിൽ റിക്വസ്റ്റ് ചെയ്തു, തന്ത്രി മേടിച്ചു, വിവാദം ഉണ്ടായപ്പോൾ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അല്ലാ തന്ത്രി എന്താ ചെയ്യേണ്ടത്? അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് അതിന്റെ ക്ലൈമാക്സിലേക്ക് നമുക്ക് വരാം. വാജിവാഹനം തീർത്തോട്ടെ, നിലപാടല്ലേ? നീ എന്തൊക്കെ കള്ളക്കഥകളാണ് പറഞ്ഞിരുന്നത്? തന്ത്രി കോടിക്കണക്കിന് രൂപയ്ക്ക് ഇത് വിറ്റു. യഥാർത്ഥത്തിൽ തന്ത്രിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചതാ. തന്ത്രിക്ക് അതിൽ നിന്ന് എന്ത് മെറ്റീരിയൽ ബെനിഫിറ്റാ ഉണ്ടാകുന്നത്? തന്ത്രിക്ക് അതിൽ എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത്? അത് അന്വേഷിക്കണം രാഹുൽ. തന്ത്രിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ? ചിതലരിച്ചു എന്ന് പറഞ്ഞ് 71 സ്ഥാപിച്ച ഈ കൊടിമരം 2017 മാറ്റണമെന്ന് പറഞ്ഞതിൽ താല്പര്യമുണ്ടായിരുന്നോ? വാജിവാഹനം അവിടെ നിന്ന് വാങ്ങുന്നതിൽ താല്പര്യമുണ്ടായിരുന്നോ? അഷ്ടദിക്പാലകന്മാരുടെ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നോ? ഈ കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. രാഹുൽ, വൈ ഡു യു ഒബ്ജക്ട് ടു ദാറ്റ്? ആര് ഒബ്ജക്ട് ചെയ്യുന്നു? ആ പരിശോധന യഥാർത്ഥത്തിൽ തന്ത്രിയെ കൊടുക്കാനും മോശം ലൈറ്റിൽ കാണിക്കാനുമാണ് എന്ന് അരിയാഹാരം കാണിക്കുന്നവർക്ക് മനസ്സിലാവും. ഞങ്ങളുടെ എല്ലാം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകില്ല രാഹുൽ. അത് പ്രത്യേകതരം അരിയാഹാരം കഴിക്കേണ്ടി വരും. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകില്ല. കാരണം വിജിലൻസ് കോടതി രാഹുൽ, കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു, ഇതിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാജ മഹസറിൽ ഒപ്പുവെച്ച തന്ത്രിക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നു. വാജിവാഹനം ഏറ്റുവാങ്ങിയതിലും ഈ കട്ടളപ്പാളിയുടെ കാര്യത്തിലുമൊക്കെ തന്ത്രിയുടെ പങ്ക് സംശയിക്കപ്പെടുന്നു എന്നാണ് നൽകിയത്. അനുമതി മേടിക്കാത്ത കാര്യം പറഞ്ഞില്ല. അതെന്താ അറിയോ ഗോപീഷ്ണൻ പറയാത്തത്? ഗോപീഷ്ണു പോലും അത് പറയുമ്പോൾ ഒരു ചളുപ്പുണ്ടാവും. ഞാനിവിടെ നിൽക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ പറയാനാണ് രാഹുൽ. സത്യസന്ധമായ കാര്യങ്ങൾ പറയാനാണ്. ഇവിടെ അന്വേഷണ സംഘം നടത്തിയ പരിശോധനകളുണ്ട്, അവരുടെ മുന്നിലുള്ള തെളിവുകളുണ്ട്, അവർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവര് അഴിക്കകത്താണ്. മേടിക്കാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിന് ശ്രീ ഗോപികൃഷ്ണൻ കൺവിൻസ്ഡ് ആണോ? ഒന്ന് പറയാമോ? രാഹുൽ, ഇത് ഞാനോ രാഹുലോ കൺവിൻസ്ഡ് ആവുന്ന കാര്യമല്ല. ദിസ് ഈസ് എ മാറ്റർ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ രാഹുൽ. അതിന്റെ ഭാഗമായിട്ടല്ല. മാധ്യമ പ്രവർത്തകനോടാണ് അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തതിൽ ഗോപികൃഷ്ണൻ കൺവിൻസ്ഡ് ആണോ? നോക്കൂ രാഹുൽ, ഇത് അഗൈൻ താങ്കൾ ഇതൊരു രാഹുൽ, ഇത് അങ്ങനെ നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ തർക്കം പോലെ അങ്ങനെ നമ്മൾ ആരെങ്കിലും നമ്മൾ വെറുതെ തർക്കിച്ച് ജയിക്കുന്ന കാര്യമല്ല ഇത്. ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഗ്രേ ഏരിയ ഉണ്ട്, ഒരു ഷെയ്ഡ് ഉണ്ട്. ആ ഷെയ്ഡിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ റോൾ എന്തായിരുന്നു എന്ന കാര്യം സസ്പീഷൻ, അത് സംശയത്തിന്റെ നിഴലിലാണ്. സീറോ റെസ്പോൺസിബിലിറ്റി ആണ് തന്ത്രിക്ക്. അങ്ങനെ അറിയണം, ഒരു സെറ്റിൽഡ് ലീഗൽ പൊസിഷൻ ആണ്. സീറോ റെസ്പോൺസിബിലിറ്റി ആണ് തന്ത്രിക്ക്. ഭരണ സംവിധാനങ്ങളിലെ പിഴവുകൾ ദേവസ്വം ബോർഡ് സംശുദ്ധരാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ദേവസ്വം ബോർഡിന് ഒരു പിഴവും സംഭവിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. രാഹുൽ പറഞ്ഞോ? തന്ത്രി എന്ത് ചെയ്യണം? ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തന്ത്രി എന്ത് ചെയ്യണം? കായികമായ മാറ്റം തടയണോ? തന്ത്രി വാങ്ങരുത്, വാജിവാഹനം തന്ത്രി വാങ്ങരുത്. അദ്ദേഹം പറയണം ഇത് ഞാൻ കൈപ്പറ്റേണ്ടതല്ല എന്ന് അദ്ദേഹം പറയണം. ഇത് ഇവിടുത്തെ തീരുമാനപ്രകാരം ഇവിടുന്ന് ഒരു കാര്യവും പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ലാത്തതാണ് അദ്ദേഹം പറയണം. ക്ഷേത്രതന്ത്ര സമുച്ചയം അത് മാറ്റോ? ക്ഷേത്രതന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തന്ത്രിക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ വാജിവാഹനം എന്നാണോ? തന്ത്രിക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ വാജിവാഹനം എന്നാണോ? അല്ല, തിരിച്ച് തന്ത്രി അവിടെ നിന്ന് ശബരിമല എന്ന സാധനങ്ങൾ വെളിയിൽ കൊണ്ടുപോകുന്ന തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, വേണ്ട ദേവചൈതന്യം പതിഞ്ഞു നിൽക്കുന്ന ലോഹമാണെങ്കിൽ അത് ഉരുക്കി അതിന് രൂപമാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മാത്രമല്ല, ബൈ പ്രാക്ടീസ് അങ്ങനെ മാത്രമല്ല, ബൈ റൈറ്റിംഗ് അങ്ങനെ ആണെങ്കിലും ബൈ പ്രാക്ടീസ് അങ്ങനെ മാത്രമല്ല. ആ ലോഹം ഉരുക്കി ഒരാളുടെ കൈ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു സിംബോളിക് ജസ്റ്റർ ഉണ്ടാകും. നിമഞ്ജനം പോലെ, പ്രാണനിരാഹാരം വരുന്നത് പോലെ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. ശബരിമലയിലെ പ്രാക്ടീസോ? അതായത് ബൈ പ്രാക്ടീസ് ആണോ? കാലഭേദത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇല്ലെങ്കിൽ ആരെങ്കിലും പബ്ലിക്കലി അങ്ങനെ ഒരു പരിപാടി ചെയ്യുമോ? യഥാർത്ഥത്തിൽ തന്ത്രി എന്ത് ചെയ്തു? വാജിവാഹനം വീട്ടിൽ കൊണ്ടുപോയി, വിവാദം ഉണ്ടാവാൻ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. തന്ത്രിക്ക് ഇതിൽ 1 രൂപയുടെ ലാഭമുണ്ടോ? ഒരാളെ കൊടുക്കാൻ നോക്കുമ്പോഴേ ഞാൻ പറഞ്ഞത് തന്ത്രിക്ക് ഇതിനകത്തുള്ള ലാഭമുണ്ടോ? ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികളൊക്കെ എവിടെ? ഇത് ഒറിജിനൽ ആണോ? അന്വേഷിക്കട്ടെ രാഹുൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഇളക്കി എടുത്തോണ്ട് ദേവസ്വം ബോർഡ് അന്വേഷിക്കട്ടെ രാഹുൽ. ആ കാര്യങ്ങളൊക്കെ ഞാൻ വരാം. ശ്രീ റിജിൽ മാക്കുറ്റിയെ ഞാൻ റിജിൽ മാക്കുറ്റിയെ നേരത്തെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടുമില്ല, അദ്ദേഹത്തിന്റെ ഭാഗം നമ്മൾ അറിഞ്ഞതുമില്ല. റിജിൽ പറയൂ. പ്പെട്ടവരും ജയിലിൽ കിടക്കുന്നവരുമെല്ലാം CPM-ന്റെ നേതാക്കന്മാരാണ് എന്നുള്ളത് വസ്തുതയാണ്.
പേരുകാർ മുരാരി ബാബുവും ബൈജു KS സുധീഷ് കുമാറും വാസുവും പത്മകുമാറും അതോടൊപ്പം ശങ്കർദാസ് ഉൾപ്പെടെ എല്ലാവരും ജയിലിൽ കിടക്കുകയാണ്. സ്വർണം കട്ടതാണ് വിഷയം. ഇപ്പറയുന്ന വാജിവാഹനം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കൊടുത്തവരുണ്ട്, അത് എടുത്തവരുണ്ട്. അത് പബ്ലിക്കായി ഒരു പൊതു ചടങ്ങിൽ വെച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള CPM നേതാവായിട്ടുള്ള ശ്രീ PK രാഘവൻ, അദ്ദേഹമാണ് അതിൻ്റെ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള PK രാഘവൻ, അന്ന് XMLA, അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് മെമ്പർ. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് ഈ വാജിവാഹനം കൈമാറുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ തന്ത്രി ഒരു ക്ഷേത്രത്തിൽ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭരണപരമായ കാര്യത്തിൽ അല്ലെങ്കിൽ ആചാരപരമായ കാര്യത്തിൽ തന്ത്രിയാണ് പരമാധികാരി. സുപ്രീം കോടതിയിൽ വിധി സ്ത്രീകളെ കയറ്റണമെന്ന് വന്നപ്പോൾ ആ വിധി അവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്ത്രിയാണ്. തന്ത്രി ആചാരങ്ങൾ നിശ്ചയിക്കാനുള്ള അവകാശം തന്ത്രിക്കാണ്. ആ തന്ത്രിയുടെ അവകാശമാണ് അവിടെ നടന്നത്. സ്വാഭാവികമായും ഈ പറയുന്ന നിലനിൽക്കില്ല. കാരണം തന്ത്രി സമാജവുമായി നടത്തിയ ആശയവിനിമയത്തിന്റെയും കൂടിയാലോചനയുടെയും ഭാഗമായി 2012 പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ദേവസ്വം നിയമത്തിൽ മാറ്റം വരുത്തുന്നതും ദേവചൈതന്യം വീടുകിടക്കുന്ന അല്ലെങ്കിൽ ഏത് അത്തരം വസ്തുക്കളും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നും അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്നും അത് ദേവസ്വം സ്വത്തായിരിക്കുമെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എഴുതി ചേർത്ത നിയമമാണ്. ആ നിയമത്തിന്റെ നഗ്നമായ ലംഘനമായിരുന്നു അജയ് തറയിൽ വാജിവാഹനം പരസ്യമാണെങ്കിലും രഹസ്യമാണെങ്കിലും തന്ത്രിക്ക് കൈമാറിയതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനാണെന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആ കാര്യത്തിൽ രാഹുൽ ശരിയുമാണ്. ഗോപി ഒരു കാര്യം പറയട്ടെ. തന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ആ പറയുന്ന ഈ വാജിവാഹനം അദ്ദേഹത്തിന് കൈമാറിയ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയുള്ളത്. തന്ത്രി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ലോഹമാണെങ്കിൽ ആചാര്യന്, മരമാണെങ്കിൽ ദഹിപ്പിക്കണം, കല്ലാണെങ്കിൽ ജലാശയത്തിൽ ചെയ്യണമെന്നാണ്. നമുക്കറിയാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഏത് ദൈവിക ചൈതന്യം അത് ആവാഹിച്ച് അങ്ങനെയല്ല ദേവസ്വം ബോർഡിന്റെ നിയമാവലിയിൽ പറയുന്നത്. റിജിൽ, അത് താങ്കൾ പറഞ്ഞത് ക്ഷേത്രതന്ത്ര സമുച്ചയത്തിലെ ഭാഗങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ നിയമാവലിയിൽ പറയുന്നത്. അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്ത്രി സമാജവുമായി നടത്തിയ ആശയവിനിമയത്തിന്റെയും കൂടിക്കാഴ്ചയുടെയും ഭാഗമായി ഉണ്ടാക്കിയ നിയമമാണ് ഈ വസ്തുക്കളൊക്കെ തന്നെ ദേവസ്വം ബോർഡിന്റെ സ്വത്തമാണ്. ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും അതാണെന്ന്. പിന്നെ താങ്കൾ പറയുന്നു തന്ത്രി ആചാരപ്രകാരം അത് വാങ്ങിയെന്ന്. രാഹുൽ ഈശ്വർ പറയുന്നു ഇത് ഈ ദേവസ്വം ബോർഡ് നിർബന്ധിച്ചു നൽകി പരസ്യമായിട്ട്, അതുകൊണ്ട് തന്ത്രിക്ക് വാങ്ങേണ്ടി വന്നു എന്ന്. ഏതായാലും അതിനകത്തൊരു നിയമലംഘനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയട്ടെ ശ്രീ ഗോപി, ഈ പറയുന്ന വിഷയത്തിനകത്ത് നിയമലംഘനം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് മാത്രമല്ല 50 വർഷക്കാലത്തെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഭയമില്ലല്ലോ. ഈ പറയുന്ന ഹലോ കേൾക്കാമോ? പറയൂ. ഹലോ കേൾക്കാം. ഹലോ ഈ പറയുന്ന വാജിവാഹനം കൈമാറിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അവിടെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ സ്വർണം എത്ര കോടി രൂപയുടെ സ്വർണം, എത്ര കിലോ സ്വർണം മോഷ്ടിച്ചത് ആരാണ്, എവിടെയാണ്, അത് എവിടെ എന്ന് ഇതുവരെ കണ്ടെത്തിയോ? ഇവർ ജയിലിൽ കിടക്കുന്നു. അതിൻ്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ലല്ലോ. ഈ പറയുന്ന അത്തരം വലിയ പ്രധാനപ്പെട്ട സംഭവം അവിടെ നടക്കുമ്പോൾ വാജിവാഹനം കൊടുത്തതാണ്, അതാണ് ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറഞ്ഞ് ഇതിനെ സമീകരിക്കാനുള്ള ശ്രമം CPM നടത്തി കഴിഞ്ഞാലൊന്നും ജനങ്ങൾ മുമ്പിൽ സ്വാഭാവികമായിട്ടും അതൊക്കെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. ജയിലിൽ കിടക്കുന്നവരെല്ലാം സഖാക്കൾ തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തൊക്കെ തെറ്റുണ്ടെങ്കിൽ ഈ പറയുന്ന വാജിവാഹനം എന്ന് പറയുന്ന ദൈവിക ചൈതന്യം മാറ്റി, പ്രത്യേകിച്ച് ദേവന്റെ മുതൽ കൊടുത്തു പോകുമ്പോൾ അതിന് സ്വാഭാവികം അതിൽ ചൈതന്യം ആവാഹിച്ചിട്ടാണ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി അത് അവിടെ കൊടുത്തെങ്കിൽ തന്ത്രി ഏറ്റുവാങ്ങിയെങ്കിൽ തന്ത്രിക്ക് അത് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കില്ല തന്ത്രി ഏറ്റുവാങ്ങിയിട്ടുണ്ടാവുക. തന്ത്രിക്ക് പറ്റാത്ത കാര്യം, തന്ത്രിക്ക് വേണ്ടാത്ത കാര്യം തന്ത്രി ഏറ്റുവാങ്ങില്ലല്ലോ. തന്ത്രിക്കും കൂടി ബോധ്യപ്പെട്ടതാണ്. തന്ത്രി എന്ന് പറയുമ്പോൾ ആചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നിലപാട് പറയുന്ന ഒരാളാണ് ക്ഷേത്രത്തിനകത്ത്. ആ ക്ഷേത്രത്തിനകത്ത് അത്തരം കാര്യങ്ങൾ വരുന്നത് തന്ത്രിയുടെ പ്രത്യേകപരമായിട്ടുള്ള അവകാശമാണ്, അദ്ദേഹത്തിന്റെ അധികാരമാണ്. ആ അധികാരത്തെ അദ്ദേഹം വാങ്ങിയെങ്കിൽ അതൊക്കെ അന്വേഷണത്തിന് അതാണോ പ്രധാനപ്പെട്ട വിഷയം? അല്ല, പ്രധാനപ്പെട്ട വിഷയം അതല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ യോജിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയത്തിൽ നമ്മൾ മാറിപ്പോകേണ്ട കാര്യവുമില്ല. പക്ഷേ ഇതും ഒരു വിഷയമാണല്ലോ. കാരണം ഇതെല്ലാം കാലങ്ങളായി നടക്കുന്ന ശബരിമലയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അതിലൊന്നാണ് 2017 ഈ പഞ്ചലോഹ കൊടിമരം മാറ്റിസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യവും അതിൻ്റെ ഭാഗമായി വാജിവാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊക്കെയായി കണ്ണി ചേർക്കപ്പെടുന്ന ഒന്നാണ്. പ്രധാന വിഷയം മറ്റത് തന്നെയാണ് റിജിൽ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം വളരെ ലളിതമാണ്. താങ്കൾ കുറ്റപ്പെടുത്തുന്നത് തന്ത്രി കണ്ഠരര് രാജീവരെയാണ്. തന്ത്രി കണ്ഠരര് രാജീവരെയാണോ കുറ്റപ്പെടുത്തുന്നത്? അല്ല ശ്രീ ഗോപി,
ഞാൻ അതിലേക്കാണ് വരുന്നത് ശ്രീ ഗോപി. യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ അന്വേഷണം നടത്തണം. തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടണം, മന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടണം. ഈ പറയുന്ന ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ എല്ലാ കാര്യവും അന്വേഷിക്കണം എന്നുള്ളതാണ്. തന്ത്രി മാത്രം കുറ്റക്കാരനാക്കി മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി നിർത്താൻ ശ്രമം നടത്തുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഉപ്പ് തിന്നവർ ആരായാലും വെള്ളം കുടിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അത് തന്ത്രിയായാലും മന്ത്രിയായാലും ഈ പറയുന്ന ആളുകൾ ആരായാലും അവർക്കെതിരെ അന്വേഷണം നടക്കണം. അതിനകത്ത് ഞങ്ങൾ ആരെയും പ്രത്യേകിച്ച് പിന്നെ അവർ കുറ്റക്കാരല്ല എന്ന് ഞങ്ങൾ ആരും പറയാൻ തയ്യാറല്ല. കാരണം അന്വേഷണം നടക്കുന്ന ഒരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി അതിന്റെ യഥാർത്ഥ അന്വേഷണം വരട്ടെ. ഇത് തന്ത്രിയിൽ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. വാജിവാഹനമാണ് പ്രശ്നം. UB ഗ്രൂപ്പ് ശബരിമല സന്നിധാനത്ത്, അതായത് ഈ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മേൽക്കൂര, ദ്വാരപാലക ശില്പങ്ങൾ, വാതിൽപ്പടി, വാതിൽ പിന്നെ കട്ടിള, ഇതിനൊക്കെ എന്ത് സംഭവിച്ചു? പിന്നീട് ഇതെങ്ങനെ ചെമ്പ് തെളിഞ്ഞു? പിന്നെ ഇതെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി? ഇതിനൊക്കെ എന്ത് സംഭവിച്ചു? ഇതിലെ കോടികളുടെ ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഒക്കെ അന്വേഷിക്കണം. അതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ റിജിൽ. അതിനകത്തൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന മറ്റൊന്നാണ് വാജി വാഹനം കൈമാറ്റം ചെയ്യപ്പെട്ട കാര്യം. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നു ആ വാജി വാഹനം ഒന്നും ചെയ്തിട്ടില്ല, തന്ത്രിയുടെ കയ്യിലുണ്ടെന്നാണ്. പക്ഷെ അവിടെ അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്ന ബോർഡ് തീരുമാനിച്ച നിയമാവലിക്ക് വിരുദ്ധമായിട്ടാണ് അജയ് തറയിലെ സാന്നിധ്യത്തിൽ ഇത് കൈമാറിയിരിക്കുന്നത്. അതൊരു പ്രശ്നമല്ലാന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകും. അജയ് തറയിൽ മാത്രമല്ല പി കെ രാഘവൻ എന്ന് പറയുന്ന പിന്നെ CPM-ന്റെ മുൻ MLA ദേവസ്വം ബോർഡ് മെമ്പർ, അദ്ദേഹം അതിനകത്തുണ്ടായിരുന്നു. അതുമായി ഹൈക്കോടതി അമിക്കസ് ക്യൂറി ആയിട്ടുള്ള SP-K കുറുപ്പ്, ആ SP-K കുറുപ്പിന്റെ സാന്നിധ്യത്തിലാണ് ഇത് കൈമാറുകയും ഇത് കൃത്യമായി ഹൈക്കോടതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി ആരും അറിയാതെ, ആരും കാണാതെ, ആരും കേൾക്കാതെ അല്ല ഇത് നടന്നത്. ഈ പറയുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ വാജി വാഹനം ആർക്ക് കൈമാറുന്നത്, തന്ത്രിക്ക് കൈമാറുന്നത്. ലളിതമാണ്, വളരെ ലളിതമായി പറഞ്ഞാൽ ഏറെ വർഷങ്ങൾ പഴക്കമുള്ള, കേട്ടോ റിജിൽ മാക്കുറ്റി, ഇപ്പൊ അറിയേണ്ട ആൾക്കാർ അറിയേണ്ടതാണ്, വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഏതാണ്ട് 11 കിലോയോളം തൂക്കം വരുന്ന, ഭാരം വരുന്ന, പഞ്ചലോഹത്തിൽ നിർമ്മിച്ചിരിക്കുന്ന, സ്വർണം പൊതിഞ്ഞിരിക്കുന്ന വാജി വാഹനം ദേവസ്വത്തിന് കൈമാറാതെ, ഞാനത് ആവർത്തിക്കുകയാണ്, ദേവസ്വത്തിന്റെ കൈവശം ഉണ്ടാകേണ്ടുന്ന, ദേവസ്വത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകേണ്ടുന്ന ആ വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്തുകൊണ്ട്? അതിനകത്തെ താല്പര്യങ്ങൾ എന്താണ്? അതിൽ തന്ത്രിക്ക് എന്തെങ്കിലും മറ്റ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം പരിശോധിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഫോർ യുവർ ഇൻഫർമേഷൻ റിജിൽ മാക്കുറ്റി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. മറ്റ് അതിഥികളിലേക്ക് ഞാൻ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. ശില്പി ശ്രീ മഹേഷ് പണിക്കർ, അതോടൊപ്പം തന്നെ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവർ കൂടി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുകയാണ്, മറ്റ് 2 അതിഥികൾക്കൊപ്പം. ശ്രീ മഹേഷ് പണിക്കർ, തന്ത്രിയുടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലെ പങ്കാളിത്തം സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുന്ന വിവരങ്ങളും തെളിവുകളും അതുമായി ബന്ധപ്പെട്ട അവരുടെ സംശയങ്ങളും ഒക്കെ കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് വാജി വാഹനം ഈ തന്ത്രി ഏറ്റുവാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ പുറത്തു വരുന്നതും അതിന്മേൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നതും. ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിൽ പറയുന്നു, ഞങ്ങൾ ഇതിങ്ങനെ പരസ്യമായി കൊടുക്കാൻ തീരുമാനിച്ചു, അത് 2 കൈയും നീട്ടി തന്ത്രി വാങ്ങി എന്നതാണ്. ഇതൊരു ആചാര ലംഘനവും നിയമലംഘനവുമാണ് എന്നറിയാത്തയാളായിരിക്കുമോ തന്ത്രി കണ്ഠരര് രാജീവർ? നിഷ്കളങ്കമായി ഒരു പരസ്യമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി തന്ത്രി കണ്ഠരര് രാജീവരും എന്ന് മനസ്സിലാക്കിയാൽ മതിയോ? അല്ല, എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആ രീതിയിലുള്ള ഒരു ചടങ്ങല്ല. അവിടെ ആ ഒരു കൊടിമരത്തിനെ ഇളക്കുകയാണ് ചെയ്യുന്നത്. കൊടിമരം ഇളക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ പ്രതിഷ്ഠ പോലെ തന്നെ പ്രതിഷ്ഠ സമയത്ത് ഈ തന്ത്രി ആ കൊടിമരത്തിന്റെ മേളിൽ പടം ഉണ്ടാക്കി അതിന്റെ മേളിൽ കയറണം. അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ടാണ് ആ വാജിവാഹനം ആ കൊടിമരത്തിന്റെ മുകളിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കൊടിമരത്തിൽ നിന്ന് വാജിവാഹനം ഇളക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് തന്നെയാണ് അത് ഇളക്കേണ്ടത്. കാര്യം ഇവിടെ പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. 2 കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന്, പണിക്കാരനാണ് അത് ഇളക്കുന്നത്. അപ്പോൾ പടങ്ങ് ബലമല്ലാത്തത് കൊണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പടങ്ങ് ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് മേളിൽ കയറാൻ സാധിച്ചില്ല. അദ്ദേഹം താഴെ നിന്നു. പക്ഷേ അത് ഇളക്കിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കൈകളിലോട്ടാണ് എത്തേണ്ടത്. അതതിൻ്റെ ഒരു ടെക്നിക്കൽ. ആ വിഗ്രഹം ഇളക്കുമ്പോഴത്തേക്ക് മറ്റൊരു പണിക്കാരെ, ഇപ്പോൾ വലിയ ഭാരമുള്ള വിഗ്രഹമൊക്കെയാണെങ്കിൽ തന്ത്രിക്ക് പൊക്കാൻ പറ്റാത്ത വിഗ്രഹമാണ്, ചിലപ്പോൾ 4-5 പണിക്കാരൊക്കെ ചേർന്നായിരിക്കും പൊക്കുക. പക്ഷെ ആ പൊക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കരസ്പർശം അതിനകത്ത് ഏക്കണം. അപ്പം ആ രീതിയിലാണ് ആ സംഭവം. അല്ലാണ്ട് ഈ പബ്ലിക്കായിട്ട് വിളിച്ചു ചൊല്ലി മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്ത് ഇതാ അദ്ദേഹത്തിന്റെ പരശുരാമകൽപിതമായ നിയമപ്രകാരം വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്നു എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലി കൊടുത്തതല്ലത്. അത് ആ വാഹനം അവിടുന്ന് മേളിൽ നിന്ന് ഇറക്കുമ്പോൾ പ്രതിഷ്ഠിച്ച് അദ്ദേഹം തന്നെ പ്രതിഷ്ഠിച്ച സംഭവം
തിരിച്ചിളക്കുമ്പോഴത്തേക്കുള്ള ഒരു സ്വാഭാവിക ചടങ്ങ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ നടന്നിരിക്കുന്നത്. കാര്യം അത് കഴിഞ്ഞ് ബാക്കി അഷ്ടതി കിളക്കാനുണ്ട്, അത്രയും പറ ഇളക്കാനുണ്ട്, അത് കഴിഞ്ഞാണ് ആ പൊളിപ്പൊക്കെ നടക്കുന്നത്. ആ സമയത്തൊക്കെ അദ്ദേഹം അവിടുത്തെ സന്നിഹിതം തന്നെയാണ്. അല്ലാണ്ട് അതൊരു വാജിവാഹനം കൈമാറുന്ന ഒരു എന്താ പറയുക അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പോകുന്ന ഒരു ചടങ്ങായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഇളക്കേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 2012 ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രി സമാജം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തന്ത്രികളുടെയും എന്തൊക്കെയാണ് അവകാശമെന്നും എന്തൊക്കെ അവർക്ക് കൊണ്ടുപോകാമെന്നും മുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമെന്നും എന്തൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്നും എത്രയാണ് ഒരു ദിവസം വന്നാൽ അവരുടെ വേതനമെന്നും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പം അതൊരു അന്വേഷണം ഒരു നമ്മുടെ ഒരു ദേവസ്വം ബോർഡിന്റെ രാജഗോപാൽ എന്ന് പറയുന്ന സാറ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഒരു അന്വേഷണ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി തദ്ദേശമായിട്ട് പരസ്പരം സമ്മതിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരുടെ കുറേ ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, ഇവരുടെ കുറേ ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ ഡിമാൻഡ്സ് എല്ലാം പരിഹരിച്ച് സെറ്റിൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു തീരുമാനമാണ് 2012. ഈ ഒരു തീരുമാനം ഇപ്പോൾ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഇതൊന്നും അറിയണമെന്നില്ല. സത്യം പറഞ്ഞാൽ അവരിപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിയമമുണ്ടോ അങ്ങനെ നിയമമുണ്ടോ എന്നൊന്നും അവർക്ക് അറിയണമെന്നില്ല. പക്ഷേ തന്ത്രിക്ക് അറിയാം, തന്ത്രിക്ക് വ്യക്തമായിട്ട് അറിയാതെ അദ്ദേഹത്തിന്റെ അവകാശമല്ലെന്ന്. പിന്നെ ആ സമയത്ത് മേടിച്ചത് സാങ്കത്യമായിരിക്കാനാണ് സാധ്യത. ഇങ്ങനത്തെ ഒരു കാര്യം തന്ത്രിക്കറിയാം, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് അറിയണമെന്നില്ല എന്ന് താങ്കൾ പറയുമ്പോഴും 2022 തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് ഇടിമിന്നലേറ്റ സംഭവത്തിൽ ആ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ഗരുഡ വാഹനത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് തന്ത്രി അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴവിടെ അന്നത്തെ ദേവസ്വം ബോർഡ് ഇടപെടുകയും ആ വാദം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ആ വാഹനം ദേവസ്വം സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ദേവസ്വം ബോർഡ് അത് അറിയണം, അവർക്ക് അതിൽ ഉത്തരവാദിത്വവും ഉണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞാൽ ഉണ്ട്. ഈ ഒരു സ്ഥാനം ശ്രീവരാഹ ക്ഷേത്രം, ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുള്ളതും ദേവസ്വം ബോർഡിന്റെ അല്ലാത്ത സ്വതന്ത്ര ക്ഷേത്രങ്ങളിലും ഒക്കെ ഇവർ അവകാശം ചെയ്യാറുണ്ട്. കാര്യം ഈ 16-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള ചില എന്താ പറഞ്ഞ അബദ്ധ ജടിലമായ അതിനകത്തെ കുറെ നിയമങ്ങൾ വെച്ചിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഹിന്ദുവിലെ ഒരു വിഭാഗത്തിന് അങ്ങോട്ട് പതിതറെന്നാ പറയുന്നത്. ഈ പതിതറ് കയറിയ പുണ്യാഹം നടത്തണം, നായർ തൊട്ട് ഇങ്ങോട്ടുള്ള സകല ജാതി ആൾക്കാർ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പം അങ്ങനത്തെയൊക്കെ വെറും അബദ്ധ ജടിലമായ പുണ്യാഹം നടത്തേണ്ട ഈ ഹിന്ദുക്കൾ ആര് കയറിയാലും അങ്ങനെയുള്ള സാധനം ഒക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഇതിനകത്ത് പഴയ കാലത്തൊക്കെ അങ്ങനെ പല നിയമങ്ങളും ഉണ്ടായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വം, കൊടികുത്തി വാഴുന്ന രീതിയിൽ പല നിയമങ്ങളും അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ടൊരു നിയമം മാത്രവുമല്ല, പഴയ കാലത്ത് മരത്തിലുള്ള കൊടിമരമാണ്, കവുങ്ങിലാണ് കൊടിമരം ചെയ്യുക. കവുങ്ങിൽ കൊടിമരം ചെയ്യും. ആ കൊടിയേറ്റ് ഉത്സവത്തിന് മാത്രം അതിന്റെ തലേദിവസമാണ് കൊടിമരം നാട്ടുക. അതിന്റെ മേളിൽ മരത്തിൽ തന്നെ ഒരു വാഹനം ഉണ്ടാക്കി വെക്കും, വാജിവാഹനമാണേലും ഗരുഡവാഹനമാണേലും അങ്ങനത്തെ രീതിയിൽ. അപ്പം അതിന്റെ ആ ഒരു കൊടിക്കൂറയും കൊടിയുടെ കയറും ഈ പറഞ്ഞ സാധനവും തന്ത്രിമാരെടുത്തോണ്ട് പോകാറുണ്ട്. അവർ കിട്ടുന്ന എന്തും എടുത്തോണ്ട് പോകാറുണ്ട്, അവർക്ക് മറ്റാർക്കും പ്രശ്നമില്ലെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാണ്ട് ഇതിന് നിയമത്തിനകത്ത് ഇങ്ങനെയൊന്നും ഇല്ല. പിന്നെ വിഗ്രഹങ്ങളുടെ കാര്യത്തിനാണ് ഈ നിയമം ഇപ്പോൾ പറഞ്ഞത്. ശിലയാണ് ഇത് ചെയ്യണം, മറ്റേതാണ് ദാരുവാണ് കത്തിച്ച് കളയണം എന്നൊക്കെ പറയുന്ന നിയമം വിഗ്രഹത്തിന്റെ രീതിയിലാണ്, ക്ഷേത്രത്തിന്റെ വിഗ്രഹങ്ങളാണ്. അല്ലാണ്ട് കൊടിമരത്തിന്റെ മണ്ടയ്ക്കുള്ള വാജിവാഹനത്തിന്റെ ഇതിന്റെ കാര്യമല്ല. അത് ആ സമയത്ത് ഇങ്ങനത്തെ അടുത്ത കാലത്താണ് ഈ കൊടിമരങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ സ്വർണ്ണത്തിലോട്ടും ചെമ്പിലോട്ടും ഒക്കെ നമ്മൾ മാറ്റാൻ തുടങ്ങിയത്. അത് വളരെ അടുത്ത് 16-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു സാങ്കത്യം വന്നിട്ടുള്ളത്. അതിനൊന്നും ഈ പറഞ്ഞ തന്ത്രസംഹിതയിലൊന്നും വ്യക്തമായ നിയമങ്ങൾ ഉള്ളതുമല്ല. വിഗ്രഹങ്ങളുടെ കാര്യത്തിലുണ്ട്, രണ്ടായിട്ടാണ് പറയുന്നത്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് മറ്റൊരു കാര്യം ആരോപിച്ചുകൊണ്ട് ഇത് അവരുടെ അവകാശമാണെന്നൊക്കെ പറഞ്ഞെടുക്കാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ നിഗമനം എന്ന് പറയുന്നത് ഈ വാജിവാഹനവും ഈ അഷ്ടദിക്കും ഈ കൊടിമരവും അടിച്ചു മാറ്റാൻ വേണ്ടി ഇവർ കള്ളത്തരത്തിൽ ഉണ്ടാക്കിയ ഒരു ദേവപ്രശ്നം തന്നെയാണ്. കാര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ഉറുമ്പരിക്കുക? ഇവർക്കറിയത്തില്ല ഇത് പ്രാക്കുളം ഭാസി സാർ 72 73 ചെയ്തൊരു ഒരു കൊടിമരമാണ്. അപ്പൊ അങ്ങനെ ഒരു കൊടിമരത്തിനകത്ത് ഇത്ര പെട്ടെന്ന് ഉറുമ്പരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അഥവാ ഉറുമ്പരിച്ചെങ്കിൽ തന്നെ അതിന് പരിശോധനയ്ക്ക് ഇല്ല, അത് കള്ളത്തരമാണെന്ന്, തട്ടിക്കൂട്ടാന്ന്. ഇത് ഇവർ തന്നെ പറഞ്ഞ ആദ്യമേ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ആ ദേവപ്രശ്നം തട്ടിക്കൂട്ട് ഉണ്ടാക്കുന്നത്. അതല്ലേ ഇതിനകത്തെ പ്രശ്നം. കാര്യം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവർ ഒരു കുറ്റം ആരോപിക്കുകയാണ്. നമ്മുടെ ദ്വാരപാലക ശില്പത്തിന്റെ എന്താ പറഞ്ഞ കളർ മങ്ങി, നാണയം എറിഞ്ഞ് അതിനകത്ത് പ്രശ്നം ഉണ്ടായി, അവിടെ ചളുങ്ങി, അവിടെ കളർ കുറഞ്ഞു, അവിടെ വാതിലിന് പ്രശ്നമായി. അപ്പം അങ്ങനെ ഇവരങ്ങ് സ്വയം ഉണ്ടാക്കുമല്ലോ. ഇവരുടെ കയ്യിൽ നിൽക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവർ തന്നെ തീരുമാനമെടുക്കുന്നു. ഇവരുടെ കയ്യിൽ നിൽക്കാത്ത വലിയ വലിയ കാര്യങ്ങൾക്ക് ദേവഹിതം എന്ന് പറഞ്ഞ ദേവപ്രശ്നത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടോടെ അവർ ഉണ്ടാക്കിയെടുക്കുന്നു. അതും കള്ളത്തരം. ഇവരുടെ തന്നെ ആൾക്കാർ വന്നിട്ടാണ് ഈ ദേവപ്രശ്നമൊക്കെ സെറ്റ് ചെയ്യുന്നത്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മറ്റേ ദ്രവിച്ചിട്ടില്ലല്ലോ, അത് ഇളക്കിയപ്പോൾ ദ്രവിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെ തന്നെ ഇതിനൊരു ഒഫീഷ്യൽ രീതി ഉണ്ടല്ലോ, നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. കോൺക്രീറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന്റെ കമ്പിക്കകത്ത് വല്ലതും വെള്ളം കയറി തുരുമ്പിച്ചിട്ടുണ്ടോ, അതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാലമല്ലേ ഈ 2019 17 അപ്പം അങ്ങനത്തെ ഒരു പരിശോധനകളും ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് ഇവര് ഇത് മാറ്റാനായിട്ട് തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിന്റെ പേരിൽ ഈ തന്ത്രിക്ക് പോലും ഈ വാഹനം ഒന്നും കണ്ടുപോലും കാണത്തില്ല. അതൊക്കെ അന്നേ കടൽ കടന്ന് വിറ്റുപോയിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്ക്
രണ്ടാമത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് തരാമെന്നൊന്നുമല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഇത് എൻ്റെ ഉണ്ടെന്നാണ് പറഞ്ഞത്, എൻ്റെ ഉപയുക്തമാണെന്നാണ് പറഞ്ഞത്. പിന്നെ കുറെ ഹൈന്ദവ സംഘടനകൾ ആ വീട്ടിലേക്ക് മറ്റേ എന്താ പറയുക നാമജപ ഘോഷയാത്രയായിട്ട് ചെല്ലും, ഭയങ്കര സീരിയസ് ആയിട്ട് ലഹള ഉണ്ടാവും എന്നോ കണ്ടുകൊണ്ടാണ് പിന്നെ അദ്ദേഹം തിരിച്ചു തരാമെന്ന് പറയുന്നത്. അതായത് ശ്രീ മഹേഷ് പണിക്കർ പറയുന്നത് ചുരുക്കത്തിൽ ഇതൊരു വലിയ ഗൂഢാലോചനയുടെയും ആസൂത്രണത്തിന്റെയും തട്ടിപ്പിന് വേണ്ടിയുള്ള കളമൊരുക്കലിനും ഒക്കെ ഭാഗമായി തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് എന്നാണ് ശ്രീ മഹേഷ് പണിക്കർ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുകയാണ് മഹേഷ് പണിക്കർ, കാരണം നമ്മളോടൊപ്പം മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൂടി ഉണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ഞാൻ അദ്ദേഹത്തിലേക്ക് കൂടി പോകട്ടെ, ഇതുവരെ എനിക്ക് അദ്ദേഹത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, വാജി വാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ട നിയമലംഘനം ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു അനാവശ്യ വിവാദമാണ് എന്ന അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം പൊതുജന സമൂഹത്തിൽ എന്തായാലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു, അതിന് കാരണം ഇതാണ് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ നിയമവശം പരിശോധിക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ്. നേരത്തെ ശ്രീ മഹേഷ് പണിക്കർ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആചാരലംഘനം അല്ലെങ്കിൽ തന്ത്രസമുച്ചയത്തിലെ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു ഇപ്പോഴത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ചേരുന്ന പല ആശയങ്ങളും അതിലില്ല. ഉദാഹരണത്തിന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നിഷിദ്ധമാണെന്നൊക്കെ വാദിച്ചവരും അവിടെ നിന്നുള്ള ചില ഉദ്ധരണികളൊക്കെ എടുത്ത് കാണിച്ചിരുന്നു. സുപ്രീം കോടതി അത് റിജക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ ഭരണഘടന വന്നതിന് ശേഷം, ഭരണഘടനയാണ് സുപ്രീം ലോ, ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 എല്ലാവർക്കും വിശ്വാസത്തിനുള്ള അവകാശമുണ്ട്. അതിൽ ബാക്കി മൗലികാവകാശങ്ങൾക്ക് വിധേയമായിരിക്കണം. പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റി, ഇത്രയും കാര്യങ്ങൾക്ക് വിധേയമായിട്ട് എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കാനും അവിശ്വാസം പ്രകടിപ്പിക്കാനും ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അത് എല്ലാവർക്കും എന്നതുപോലെ തന്ത്രിക്കും അമ്പലത്തിന് ആയിട്ട് ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ളതാണ്. അവിടെ 2 എക്സെപ്ഷനുണ്ട്. ഒന്ന്, സ്റ്റേറ്റിന് അതായത് ഗവൺമെൻറ്റിന് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. ഒന്ന്, അതിനകത്തെ എക്കണോമിക് ആയിട്ടുള്ള, ഫിനാൻഷ്യൽ ആയിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാം നിയമം മുഖാന്തരം ഗവൺമെൻറ്റിന് റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെ സ്റ്റാറ്റ്യൂട്ട് ദേവസ്വം ബോർഡ് ഉണ്ട്, അതിന് നിയമാവലികളുണ്ട്, അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും. രണ്ടാമത് പറയുന്നതാണ് സോഷ്യൽ വെൽഫെയർ റിഫോം അല്ലെങ്കിൽ ഹിന്ദു ആരാധനാലയങ്ങൾ എല്ലാവർക്കും തുറന്നു കൊടുക്കുക. അത് ശബരിമലയിൽ സ്ത്രീകൾക്ക് തുറന്നു കൊടുത്തതിൽ ഈ ആർട്ടിക്കിൾ 25(2) B ആണ് സുപ്രീം കോടതി അന്ന് 5-അംഗ ബെഞ്ച് സൈറ്റ് ചെയ്തിട്ടാണ് തുറന്നു കൊടുത്തത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പറയുന്ന വാദത്തിൽ പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഒരു ഓർഡർ ഇറക്കി. അതിൽ അവിടെയുള്ള ഒരു ദേവസ്വത്തിൻ്റെ സ്വത്താണ് എല്ലാ കാര്യങ്ങളും, വാജിവാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല എന്നാണല്ലോ താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഇതൊരു സ്റ്റാൻഡ് അലോൺ ഓർഡറാണോ അതോ ഇതിനെന്തെങ്കിലും ഒരു കോൺസിക്വൻസ് ഉണ്ടോ? അതിൻ്റെ നിയമപരമായിട്ടുള്ള അതിൻ്റെ എന്താണ് അതിൻ്റെ ബേസിസ് എന്ന് നോക്കേണ്ടി വരും കോടതിയിൽ വരുമ്പോൾ. കാരണം സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ കൂടി ഞാൻ പറയുകയാണ്. കാരണം ഇതുപോലുള്ളൊരു കേസ് വന്നിരുന്നു. ജയലളിത ടാൻസി ഭൂമി ഇടപാട് കേസിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റിൽ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പോസ്റ്റിലിരിക്കുന്നവർ ഏതെങ്കിലും ഗവൺമെൻറ് പ്രോപ്പർട്ടി ഓപ്ഷനിൽ മേടിക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ടായിരുന്നിട്ട് കൂടി ജയലളിത കൂടി പാർട്ട്ണറായിട്ടുള്ള ഒരു ഫേമിൻ്റെ പേരിൽ അവർ സ്വത്ത് മേടിക്കുകയാണ്. അതിൻ്റെ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ആ കേസിൽ ജയലളിതയെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന സ്ഥിതിയിൽ ചെയ്തിട്ട് കൂടി അതിൽ നിന്ന് വെറുതെ വിടുകയാണ് ഉണ്ടായത്. ക്രിമിനൽ കേസിൽ വെറുതെ വിട്ടു. അത് സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ അല്ല, ആ ഓർഡർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് ഇതുവരെ ഓവർറൂൾ ചെയ്തിട്ടില്ല. 2003 ജഡ്ജ്മെൻ്റാണ്. അതിൽ പറയുന്നത് ക്രിമിനൽ നിയമത്തിലെ എന്തെങ്കിലും ബാധ്യതകൾ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ക്രിമിനൽ നിയമത്തിൽ പീനൽ കോഡ് അല്ലെങ്കിൽ BNS പറയുന്ന ഒരു വകുപ്പിൻ്റെ ലംഘനം ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഈ കേസിനകത്താണെങ്കിൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു ബാധ്യതയുണ്ട്, ഒരു കാര്യം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു പൊസിഷൻ ഇരിക്കുന്ന ഒരാൾ ആ വിശ്വാസ വഞ്ചന കാണിച്ചിട്ടുണ്ടോ, ഗൂഢാലോചനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, ക്രിമിനൽ ഗൂഢാലോചനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, വേറെ ആരെങ്കിലും ഒക്കെ ചെയ്ത പ്രവൃത്തിയിൽ ഇദ്ദേഹം കൂടി അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മൗനസമ്മതം ഉണ്ടോ എന്നുള്ള കാര്യം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് ശേഷം കോടതിയിൽ സമർപ്പിച്ച് അത് പരിശോധിച്ചാൽ മാത്രമേ തെളിയുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം വന്നാൽ മാത്രമേ തന്ത്രിയെ ഇതിനകത്ത് ഈ ഒരു കേസിൽ ക്രിമിനൽ കേസിലൊരു പ്രതിയായിട്ട് ചേർക്കപ്പെടാനുള്ള സാധ്യതയുള്ളൂ. മറ്റേത് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷനാണ്, അതിന് ഒരു പണിഷ്മെൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഞാനത് മുഴുവൻ കണ്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോഡ് ഓഫ് കോണ്ടക്ട് പോലെ അത് ഫോളോ ചെയ്യേണ്ട ഒരു ഗൈഡ് ലൈനാണ്. അപ്പോൾ അതിനൊരു പണിഷ്മെൻ്റ് ഇല്ല എങ്കിൽ
ആ ഒരു കാര്യം ലംഘിച്ചു എന്നുള്ള പേരിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസിൽ പ്രതിയാകുന്നില്ല. അപ്പോൾ അത് വരുമ്പോൾ കോടതിയിൽ പരിഗണിക്കപ്പെടുമ്പോൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിൻ്റെ ഫാക്റ്റ്, വസ്തുതകൾ എന്താണെന്ന് പരിശോധിച്ച് കോടതി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഗൂഢാലോചനയിൽ പങ്കുണ്ടെങ്കിൽ മാത്രമേ തന്ത്രി പ്രതിപട്ടികയിലേക്ക് കയറാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. ശരി, ഡോക്ടർ പി കെ ഗോപൻ, ഒരു സമയം വളരെ പരിമിതമാണ്, പക്ഷേ എങ്കിലും താങ്കൾക്കൊരു മറുപടി പറയാനുണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് CPM-ഉമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്ക് ഇത് ശ്രദ്ധ തിരിക്കാനുള്ളൊരു തന്ത്രം മാത്രമായി ഈ വാജിവാഹന വിവാദത്തെ കണ്ടാൽ മതി എന്നാണ് ശ്രീ റിജിൽ മാക്കുറ്റി പറഞ്ഞത്. അല്ല, അദ്ദേഹം മാത്രമല്ല, ശ്രീ രാഹുൽ പറയാൻ ശ്രമിച്ചത് ഗൃഹസന്ദർശനത്തിന് മറുപടി ഉണ്ടാക്കാനാണെന്നാണ്. ശ്രീ ഗോപികൃഷ്ണൻ, ഗൃഹസന്ദർശനവും SITയും ഹൈക്കോടതിയായിട്ട് എന്താ ബന്ധം? SITയെ നമ്മൾ പൂർണ്ണമായിട്ട് നിഷ്പക്ഷരായിട്ട് കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് രാഹുലിനെ ബാധിക്കുന്ന ഒരാളിലേക്ക് വന്നാൽ രാഹുൽ തള്ളിക്കളയുക, റിജിലിനെ ബാധിക്കുന്നതിലേക്ക് വന്നാൽ റിജിൽ തള്ളിക്കളയുക, ഇതെന്തൊരു ന്യായമാണ്? ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ? പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ 11 കിലോ ഉണ്ട്. പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ അതിൽ മുഖ്യമായ ലോഹം ഗോൾഡാണ്, സിൽവർ ഉണ്ട്, സിങ്ക് ഉണ്ട്, ചെമ്പുണ്ട്, ഇതെല്ലാം കൂടെ ചേരുന്നതാ. ശ്രീ ഗോപികൃഷ്ണ, 11 കിലോയ്ക്കകത്ത് പഞ്ചലോഹത്തിൽ സ്വർണം എത്ര വരും? ആ സ്വർണം തന്ത്രിയും അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കൊടുക്കുകയും അത് കച്ചവടം ചെയ്യുകയും അതിന്റെ അല്ലല്ല, PK രാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ ദേവസ്വം ബോർഡ് മെമ്പർ അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിയോജന കുറിപ്പ്, ഈ പറയുന്ന വാജിവാഹന കൈമാറിയുമായി ബന്ധപ്പെട്ട് ഒരു വിയോജന കുറിപ്പ് പോലും ദേവസ്വം ബോർഡ് യോഗത്തിൽ പറഞ്ഞിട്ടില്ല. സ്വർണം കട്ടത് ആരപ്പ എന്നുള്ളത് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് ആണ് കിട്ടി, അതും കോൺഗ്രസ് ഉത്തരം കിട്ടി കഴിഞ്ഞിരിക്കുന്നു. അല്ലല്ല, ഇപ്പോ സ്വർണം കട്ട സഖാക്കളാണ്, സ്വർണം കട്ട സഖാക്കളാണ് എന്ന് ആ സഖാക്കളല്ലേ ജയിലിൽ കിടക്കുന്നത്? സ്വർണം കട്ട് കൊണ്ടുപോയ കള്ളന്മാർ ജയിലിൽ കിടക്കല്ലേ? അത് നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ? നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ? ഈ പറയുന്ന മുരാരി ബാബുവും ബൈജു സുധീഷും ബാസും പത്മകുമാറും ശങ്കർദാസ് CPM അല്ലേ, CPI അല്ലേ? എന്തുകൊണ്ടാണ് തന്ത്രിക്ക് ജാമ്യം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് തന്ത്രിക്ക് ജാമ്യം കിട്ടാത്തത്? പുതിയ പുതിയ ക്യൂവിലാണ്. ഏതായാലും ശബരിമലയിൽ ഭക്തരെ ആകെ നിരാശപ്പെടുത്തുന്ന, ഭക്തരെ വേദനിപ്പിക്കുന്ന ശബരിമലയിലെ കൊള്ളയ്ക്ക് പിന്നിൽ അതൊരു എല്ലാ പക്ഷക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ പങ്കാളിത്തമുണ്ട്. ഒരു ഇടം വലം കൊള്ളയാണോ ശബരിമലയിൽ നടന്നിട്ടുള്ളത്? അതിൻ്റെ സമ്പൂർണ്ണമായ വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയിലൂടെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇത് 1, 2, 3 പേരിൽ ഒതുങ്ങുന്നതല്ല, അതിനപ്പുറത്തേക്ക് വൻതോക്കുകളുണ്ട് എന്ന കോടതിയുടെ പരാമർശത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.